5 സുന്ദരികൾ ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഞാനൊരു കാര്യം പറഞ്ഞ ദത്തനനുസരിക്കോ? എന്താ പറയുന്നത് നീതിക്ക് നിരക്കുന്നതല്ലെന്ന് എനിക്കറിയാം, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. മുത്തശ്ശി കാര്യം പറ. ഈ കേസിൽ നിന്ന് ആദ്യക്കുട്ടനെ ഒന്ന് ഒഴിവാക്കിക്കൂടെ? മനസ്സിലായില്ല. മനസ്സിലാകാഞ്ഞിട്ടല്ല, ഓൻ അങ്ങനെ അഭിനയിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. മുത്തശ്ശിയോട് ആരത് പറഞ്ഞു? അവനാണോ? അല്ല, നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ മുത്തശ്ശിക്ക് മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. എല്ലാരും മറന്ന ഒരു കേസല്ലേ അത്, അതിന് വെറുതെ കുത്തിപ്പൊക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, പറയുന്നത് അന്യായമാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ദത്തന്റെ സത്യസന്ധതയ്ക്കും ജോലിയോടുള്ള ആത്മാർത്ഥതയ്ക്കും ഞാൻ വില പറഞ്ഞതല്ല. എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ ഇതല്ലാതെ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോയത്. ഞാനിപ്പോ സംസാരിക്കുന്നത് ഒരു പോലീസ് ഓഫീസറോടല്ല, എന്റെ മകന്റെ സ്ഥാനത്ത് ഞാൻ കാണുന്ന എന്റെ കൊച്ചു മരുമകനോടാ. മുത്തശ്ശിയല്ല ഞാനിപ്പോ. ഒരു മകനെ രക്ഷിക്കാൻ മറ്റൊരു മകനോട് അപേക്ഷിക്കുന്ന ഒരമ്മയാണ്. ആ ഒരു പരിഗണന ദത്തൻ എനിക്ക് തരണം. മുത്തശ്ശിനെ വെറുതെ ധർമ്മസങ്കടത്തിലാക്കരുത്. ഞാൻ ഇത്രയും കാലം ജീവിച്ചത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്കൊക്കെ വേണ്ടിയാ. നിങ്ങളുടെ സുഖവും സമാധാനമായിരുന്നു സ്വപ്നങ്ങളിൽ പോലും എന്റെ ചിന്ത. ഒടുക്കം ഞാൻ കണ്ണടയ്ക്കുമ്പോഴും നിങ്ങളുടെ ചിരിക്കുന്ന മുഖം കണ്ടുകൊണ്ടായിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി മോൻ എന്നെ ഒന്ന് സഹായിച്ചുകൂടെ? അറിയാതെ ആദ്യം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അനിയനോട് കാണിക്കുന്ന ദയ ദത്തൻ അവനോട് കാണിച്ചുകൂടെ? മുത്തശ്ശി എന്തറിഞ്ഞിട്ടായി പറയുന്നേ? ദത്തൻ പറയാൻ പോകുന്നത് അവനൊരു കൊലയാളിയാണെന്നല്ലേ? അഥവാ അങ്ങനെ ഒരു തെറ്റ് അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയായിരുന്നു നമ്മൾ ചിന്തിക്കണം. അതവന് പൂജയോടുള്ള ഇഷ്ടക്കൂടുതലും ഉണ്ടാ. അവളെ സ്വന്തമാക്കാൻ വേണ്ടി, അതിനുവേണ്ടി അവൻ സ്വന്തം ജീവൻ പോലും ബലി കൊടുക്കാൻ തയ്യാറായിരുന്നു. ഞാൻ ഈ പറഞ്ഞതൊക്കെ തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടിയാണെന്ന് വിചാരിക്കരുത്. തെറ്റ് തന്നെയാ. പക്ഷെ മോനെ, അവൻ അങ്ങനെ ഒരു കയ്യബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പൂജയോടൊപ്പം ജീവിക്കാനുള്ള അത്യാഗ്രഹം കൊണ്ടല്ലേ. അതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അവൻ ഈ ചെയ്തതൊക്കെ വെറുതെ ആയി പോവില്ലേ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ മരിച്ചുപോയ പിള്ളേര് തലതെറിച്ചവന്മാരായിരുന്നു. ഈ പറയുന്ന കടപ്പുറത്തുകാരൻ പയ്യനെ പൂജമോൾക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് അവരെ കൊല്ലണോ? മുത്തശ്ശി ഇത്ര സ്വാർത്ഥയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ സ്ഥാനത്ത് വേറെ ആരായാലും സ്വാർത്ഥയായി പോകും. കാരണം ഞാൻ എന്റെ ഹൃദയം സൂക്ഷിച്ചിരിക്കുന്നത് അവന്റെ ഹൃദയത്തിലാണ്. അവന്റെ ഹൃദയം തുടിക്കുന്നത് എനിക്ക് വേണ്ടി കൂടെയാ. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ഞാൻ സ്വാർത്ഥയാകണ്ടേ? സ്വാർത്ഥയാകാം, പക്ഷെ അത് അവനെ നന്നാക്കാൻ വേണ്ടിയാവണം, നശിപ്പിക്കാൻ വേണ്ടിയാവരുത്. അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നതാണോ നന്നാക്കലേ? മുത്തശ്ശി, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതൊക്കെ സംഭവിക്കണം. അതിന് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുന്നതല്ലേ? ഞങ്ങളല്ല പറഞ്ഞത്, തെളിവുകളാ. എന്ത്? അവനാണ് കൊലയാളി എന്നോ? അവന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, തെറ്റ് ചെയ്ത ആരാണോ അവരുടെ കാര്യം. ദത്തൻ ഇങ്ങനെ ഉരുളുകയൊന്നും വേണ്ട. ഈ വീട്ടിൽ ഇയാളുടെ പോലീസ് കളികളും വേണ്ട. എനിക്കറിയാം ഇയാളുടെ മനസ്സ് മുഴുവൻ അധികാരം കൊണ്ടുള്ള അഹങ്കാരമാണെന്ന്. അവിടെ ബന്ധങ്ങൾക്കൊന്നും ഒരു സ്ഥാനവും ഇല്ലെന്ന്. അല്ലെങ്കിൽ ഇതുവരെ ഇല്ലാത്ത കേസ് പൊക്കി പിടിച്ചോണ്ട് വരുവോ? അഥവാ അങ്ങനെയൊന്ന് കേട്ടാ തന്നെ അത് ഇനി ചെവി അറിയാതെ ഒതുക്കാനല്ലേ നോക്കൂ. സ്വന്തക്കാർക്ക് വേണ്ടി ജീവിതത്തിൽ ഒരിക്കലൊക്കെ ഒന്ന് കണ്ണടയ്ക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. അതിന്റെ പേരിൽ സർവീസ് ബുക്കിൽ ചുവന്ന മാർക്കൊന്നും വീഴാൻ പോകുന്നില്ല. സർവീസ് ബുക്കിൽ വീഴില്ലായിരിക്കും, പക്ഷേ സ്വന്തം മനസാക്ഷിയിൽ വീഴും. സ്വന്തം കുടുംബത്തിന്റെ മനസ്സ് തകർത്തിട്ട് മനസാക്ഷിയെ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അന്യായം കാണിക്കാൻ ലോകത്ത് എന്നോട് ആര് പറഞ്ഞാലും മുത്തശ്ശി പറയുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ചെമ്പകശ്ശേരി ജയശങ്കരി അമ്മ ഇന്ന് വരെ അന്യായം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷെ എന്റെ കുഞ്ഞിന്റെ കാര്യം വന്നപ്പോ ആദർശവും മര്യാദയും മാനവും ഒക്കെ ഞാൻ മറന്നു. അവനെ നഷ്ടപ്പെടുത്തിയിട്ട് ഇതെല്ലാം കൂടെ വാരിക്കൂട്ടി വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? ദത്തന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാ മതി. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇതിനു മുകളിലുണ്ടാകുമല്ലോ ഓഫീസർമാര്. എന്റെ കുഞ്ഞിന് വേണ്ടി കരയാനും കാല് പിടിക്കാനും എന്റെ മുഴുവൻ സ്വത്തും വിറ്റിട്ടാണെങ്കിലും ശരി അവനെ രക്ഷിക്കാൻ ഞാൻ ഇറങ്ങി പുറപ്പെടും. അതിനെ മുത്തശ്ശിയോട് പറഞ്ഞോ അവനാണ് പ്രതിയെന്ന്? അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. മുത്തശ്ശിയും ഷാനു സെബാനുമായി ബന്ധപ്പെട്ട എല്ലാരെയും എനിക്ക് ചോദ്യം ചെയ്യേണ്ടി വരും. അതിന്റെ അർത്ഥം പ്രതി അവനാണെന്നല്ല.
ഇനി അഥവാ അവനായാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്ന് വെച്ചാ നിങ്ങൾക്ക് അവനെ കേസിൽ പെടുത്തണമെന്നല്ലേ? കൊള്ളാം, നല്ല അളിയൻ.